കർത്താവിൽ പ്രിയ ദൈവജനമേ, ഏവർക്കും വീണ്ടും വരുന്നവനായ, മാറ്റമില്ലാത്ത, നമ്മെ മറക്കാത്ത, നമ്മെ കരുതുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നീമതി യേശുവെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഈ ആയുസ്സിൽ ദൈവം നമുക്ക് നൽകുന്ന എല്ലാവിധമായ സാഹചര്യങ്ങൾക്ക്, അനുകൂല സാഹചര്യങ്ങൾക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ആകട്ടെ, നാം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ചുറ്റും കാർമേഘ പഠനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നാലും ഇരുട്ടിൻ്റെ നടുവിൽ എന്ന ഒരു സാഹചര്യം ജീവിതത്തിലുള്ളപ്പോഴും മറന്നു പോകരുത്, നിങ്ങൾ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരാകണം, യേശുവിൻ്റെ മുഖത്തെ ദർശിക്കുന്നവരായിരിക്കണം. കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല, കർത്താവ് നമ്മെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ഇവരെയും ഹാർദവുമായി ഇന്നത്തെ ഈ തിരുവചന സന്ദേശം കേൾക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ചും ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസ്റ്ററിന് മുൻപുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ്, നോമ്പ് കാലഘട്ടത്തിലെ 5ാമത്തെ ഞായറാഴ്ചയാണ്. നമുക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, കരുതലോടെ ഇന്നത്തെ തിരുവചനത്തിലേക്ക് കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം, നമ്മളെ തന്നെ അതിലേക്കായി സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങേ ശരണമാക്കിയിരിക്കിയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ യഹോവയോട് പറഞ്ഞത്, അങ്ങ് ഞങ്ങളുടെ കർത്താവാകുന്നു, അങ്ങൊഴികെ ഞങ്ങൾക്ക് ഒരു നന്മയും ഇല്ല. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തുതികളുടെ മേൽ വസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രമപ്പ. കർത്താവെ, അങ്ങയുടെ സന്നിധിയോളം കടന്നു വരുവാനും അങ്ങയോട് പ്രാർത്ഥിക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനും ഈ ആയുസ്സിൽ ദൈവം നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഓരോ ദിനങ്ങളും അവിടുന്ന് പ്രദാനം ചെയ്യുന്ന ഓരോ ദിനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശ്രേഷ്ഠമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. പിതാവേ, നന്ദി അപ്പ. നന്ദിയല്ലാതെ പറയുവാനായിട്ട് ഒന്നുമില്ല അപ്പ ഞങ്ങളുടെ കരങ്ങളിൽ. കർത്താവെ, ഞങ്ങളെ തന്നെ വിശുദ്ധിയുള്ള, ഭക്തിയുള്ള കാണിക്കയായി ദൈവകരങ്ങൾ സമർപ്പിക്കട്ടെ അപ്പ. അവിടെ ഞങ്ങൾ ഏറ്റെടുത്ത് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പ. വചനത്തിൻ്റെ ആഴമേറിയ പൊരുളുകളെ കർത്താവ് ഞങ്ങൾക്ക് ആമീൻ മർമ്മങ്ങളെ വെളിപ്പെടുത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഈ സന്ദേശത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവെ ശ്രദ്ധയോടെ, കരുതലോടെ ഞങ്ങൾ കേട്ട് ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവ അനുഗ്രഹത്തിന് യോഗ്യരായി തീരുവാൻ കർത്താവ് ഞങ്ങൾ ഒരുക്കി സഹായിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ സന്ദേശത്തിൻ്റെ തിരുവചന ധ്യാനത്തിൻ്റെ ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിപ്രകാരമാണ്: ഹോരേബ് പർവ്വതത്തിൻ്റെ മറ്റൊരു പേര് എന്താകുന്നു എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന് ധാരാളം പേർ മറുപടി പറഞ്ഞു. എല്ലാവരും ശരി ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. വലിയ സന്തോഷമുണ്ട്. കാരണം വളരെ ആരും തന്നെ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധയോടെ അത് കേട്ടു എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ശരിയായ അർത്ഥമെന്നത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഹോരേബിൻ്റെ മറ്റൊരു പേര് സീനായ് എന്നതാണ്. പ്രത്യേകിച്ചും മറുപടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള നിസ്സീമമായ നന്ദി സ്നേഹവും ഞാൻ അറിയിച്ചിട്ട് കൊള്ളട്ടെ. ഇതിനാൽ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുവചന ധ്യാനവും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് നിങ്ങൾ ഒരു സമയം വേറിട്ട്, അല്ലെങ്കിൽ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ദൈവവചനം കേൾക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹത്തെ കൊണ്ടുവരും. നിങ്ങളുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടിച്ചേരുവാൻ, ഏകാഗ്ര ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ ആ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് ഈ ധ്യാനങ്ങളിലൂടെ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിലേക്കായി സഹായിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിന് ശേഷവും ഒരു ചോദ്യമുണ്ടാകും. അത് നിങ്ങൾ മറുപടി, അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കി നിങ്ങളുടെ പുതപ്പ് ഉപേക്ഷിക്കുക എന്ന ഒരു ധ്യാന ചിന്തയാണ് നിങ്ങളോട് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യത്തോടു കൂടെ ആരംഭിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ
അന്ധരായ മനുഷ്യരെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാഴ്ചയില്ലാത്തവരെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ശരിയായ ചോദ്യം ഇതല്ല. ചോദ്യം മറ്റൊന്നിതാണ്: പിശാച് അന്ധരാക്കിയ മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഏറെ പേരും യെസ് എന്ന ഉത്തരമായിരിക്കും പറയുന്നത്. അതെ, ഞങ്ങൾ അന്ധരായ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം: പിശാച് അന്ധരാക്കിയ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കുറേയേറെ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? അന്ധത മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് നിലകളിൽ ബാധിക്കാറുണ്ട്. ഒന്ന് ശാരീരിക അന്ധത അഥവാ ഭൗതികമായ അന്ധത, രണ്ട് ആത്മീയ അന്ധത. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സും അതിനെ ഫിസിക്കൽ ബ്ലൈൻഡ്നെസ്സും, ഈ രണ്ട് തരത്തിൽപ്പെട്ട അന്ധതയാണ് ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ കാതലായ ചിന്ത എന്ന് പറയുന്നത്, ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത്, പിശാച് അന്ധരാക്കി തീർത്ത ഒരുപാട് പേരെ നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും വിശ്വാസികളായ അവിശ്വാസികളെ നമുക്ക് ചുറ്റും, എന്തിനേറെ നമ്മുടെ വീട്ടിനുള്ളിൽ നമുക്ക് കാണുവാനായി സാധിക്കും. വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ്. പിശാച് അന്ധരാക്കിയ വ്യക്തികൾ, അതേ വിശ്വാസികളായ അവിശ്വാസികൾ. പൊതുവെ പറഞ്ഞാൽ വിശ്വാസികളാണ്, പക്ഷെ ഇന്നും അവർ അവിശ്വാസികളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. ഒരു വേദഭാഗം ഞാൻ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ദൈവം അതാരാണ്? അത് പിശാചിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവം ഇന്ന് ഭൂരിഭാഗം മനുഷ്യരെയും അന്ധരാക്കി തീർത്തിരിക്കുന്നത്, ആത്മീക അന്ധതയിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. പിശാച് എന്ന ലോകത്തിൻ്റെ ദൈവം. വേദപുസ്തകത്തിൽ ഭൗതിക അന്ധത ബാധിച്ച ഒരു മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തൊട്ടും പറഞ്ഞ വേദഭാഗമായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന തീമായിയുടെ മകനായ ബർത്തിമായിയെ കുറിച്ച്. ഭൗതിക അന്ധതയെക്കാട്ടിലും അപകടം നിറഞ്ഞതാണ് ആത്മീക അന്ധത. എപ്പോഴും നമ്മളത് കൺസേൺ ചെയ്യണം, കരുതേണ്ട ഒരു ചിന്തയാണ്. ഭൗതിക അന്ധതയെക്കാട്ടിലും വളരെ അപകടം പിടിച്ച ഒന്നാണ് ആത്മീക അന്ധത എന്നുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അന്ധനായ മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നാം പഠിക്കുവാനായി പോകുന്നത്. ഒന്നാമതായി ദ മാൻസ് കണ്ടീഷൻ, ഈ മനുഷ്യൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ മനുഷ്യൻ്റെ സാഹചര്യം, ഒന്നാമതായി അവൻ കുരുടനായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ലൂക്കോസ് 18:35 വായിക്കുമ്പോൾ, യേശു യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ വഴിയരികെ ഇരുന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ അന്ധനായ മനുഷ്യൻ ആയിരുന്നു. 2 കൊരിന്ത്യർ 4:3 വായിക്കുമ്പോൾ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ അത് മറഞ്ഞിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗമാണ്. നോക്കണം, ഞാൻ കണക്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഭൗതിക അന്ധതയും ആത്മീയ അന്ധതയും തമ്മിൽ ഞാൻ ബന്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവിടെ തീമായിയുടെ മകനായ ബർത്തിമായി ഭൗതിക അന്ധതയിൽ ഇരിക്കുമ്പോൾ, മറുഭാഗത്ത് സുവിശേഷം മറഞ്ഞിരിക്കുന്ന ചിലർക്കൊക്കെ സുവിശേഷം മറഞ്ഞിരിക്കുകയാണ്. ഒരു മറവാണ്, സുവിശേഷം കാണുവാനായിട്ട് കഴിയുന്നില്ല, സുവിശേഷത്തിൻ്റെ ആ സത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്നില്ല, സുവിശേഷത്തിൻ്റെ പൊരുളുകളെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല, സുവിശേഷത്തിലൂടെ ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാൻ നോക്കിക്കാണുവാൻ കഴിയാതെ ആത്മീക അന്ധത ബാധിച്ചുകൊണ്ട് അന്ധതയിലിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന സോ കോൾഡ് പീപ്പിൾ. അവരെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ നശിച്ചു പോകുന്നവരാണ്.
നശിച്ചു പോകുന്നവർക്കാണ് സുവിശേഷം മറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ പൊരുളുകൾ തിരിച്ചറിയുവാൻ കഴിയാത്തത്. എത്ര കണ്ടാലും പഠിക്കുകയില്ല, എത്ര അനുഭവിച്ചാലും അവർ തിരിച്ചറിയുന്നില്ല. ദൈവത്തെയും ദൈവിക പ്രവൃത്തികളെയും ദൈവിക മൂല്യങ്ങളെയും അവർ മനസ്സിലാക്കുന്നത് തിരിച്ചറിയാതെ ഭോക്ഷന്മാരായി, അന്ധത ബാധിച്ചവരായി, പിടിവാശിയോടെ, മസിൽ പിടുത്തത്തോടെ ഇന്നും ഈ ലോകത്തിൻ്റെ പ്രഭു, ഈ ലോകത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിത പ്രകൃതത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്, ഭൗതിക അന്ധത ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ അന്ധമാക്കി അന്ധതയിലേക്ക് നയിക്കുന്നത് പോലെ ആത്മീക അന്ധത ബാധിച്ച മനുഷ്യൻ്റെ മനസ്സിനെ ഈ ആത്മീക അന്ധത കുരുടാക്കി തീർക്കുന്നു എന്ന സത്യമാണ്. ഇത് വളരെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. എന്നിൽ ആത്മീക അന്ധതയുണ്ട് എങ്കിൽ, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് എനിക്ക് ഉണ്ട് എങ്കിൽ അത് എൻ്റെ മനസ്സിനെ കുരുടാക്കുന്നു, എൻ്റെ കാഴ്ചപ്പാടിനെ കുരുടാക്കുകയാണ്, എൻ്റെ നിലപാടുകളെ കുരുടാക്കുകയാണ്, എൻ്റെ ലോജിക്കലായിട്ടുള്ള, എത്തിക്കലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള എൻ്റെ ഐഡിയാസിനെ കുരുടാക്കി മാറ്റുകയാണ്. എനിക്കൊന്നിനോട് പൊരുത്തപ്പെടുവാൻ കഴിയുന്നില്ല, ദൈവിക മർമ്മങ്ങൾ യോജിക്കുവാൻ കഴിയുന്നില്ല, ദൈവിക പ്രവൃത്തിയെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല, കേൾക്കുന്ന വചനങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് ബോധിച്ച പ്രകാരം ഞാൻ മുന്നോട്ട് ജീവിക്കുന്ന ഒരു പ്രകൃതമാണ്. പ്രിയമുള്ളവരെ, മനസ്സ് കുരുടായ അഥവാ പിശാച് കുരുടാക്കിയ മനുഷ്യർ ആത്മാവിൽ അന്ധന്മാരാകുന്നു. ആത്മീയ ജീവിതത്തിൽ അവർ അന്ധന്മാരാകുന്നു. അതേ പ്രിയമുള്ള, ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യൻ്റെ ആത്മീക ജീവിതത്തെ കുരുടാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ശരിയായി നോക്കിക്കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ആത്മീക അന്ധത ബാധിച്ചവരെ എങ്ങനെ നോക്കിക്കാണുവാനായി സാധിക്കും? നമുക്കവരെ എവിടെ നോക്കിക്കാണുവാൻ സാധിക്കും? ആത്മീക അന്ധത ബാധിച്ചവർ എവിടെയാണ് വസിക്കുന്നത്? ഇത് പൊതുവെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉളവാകുന്ന ഒരു ചോദ്യമായിരിക്കാം. പിശാച് മനസ്സിനെ കുരുടാക്കിയവർ എവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുക? ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള ചിലർ. പിശാച് മനസ്സിനെ കുരുടാക്കിയ കഠിന ഹൃദയന്മാരായ, കഠിന ഹൃദയികളായ ചിലരൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളുടെ അയൽപ്പക്കത്ത് അയൽവാസികളായിട്ടുണ്ട്. നിങ്ങൾ ആരാധനാലയത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മുൻപിൽ, നിങ്ങൾക്ക് അരികിൽ, നിങ്ങൾക്ക് പിന്നിൽ, അൾത്താരയിൽ വരെ നിങ്ങൾക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. ആമീൻ. ഒരാമീൻ പറഞ്ഞ പ്രിയമുള്ളവരെ, പിശാച് മനസ്സ് കുരുടാക്കിയ വ്യക്തികളെ ഇന്ന് നിങ്ങൾക്ക് ചുറ്റും കാണുവാനായി സാധിക്കും. ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ തന്നെയാണ് കുരുടാക്കിയവർ. എത്ര കേട്ടാലും നമ്മുടെ ഈ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ചേമ്പിലയിൽ വെള്ളം വീഴുന്നത് പോലെയാണ് ഇന്ന് ആരാധന കഴിഞ്ഞിറങ്ങുന്നവരുടെ ജീവിതമെന്ന് പറയുന്നത്. ചേമ്പിലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുണ്ട് വീണ്ടും താഴേക്ക് പോകും. അത് ഒബ്സർവ് ചെയ്യത്തില്ല, അത് ഉൾക്കൊള്ളത്തില്ല, അത് ഗ്രഹിക്കുവാനുള്ള കപ്പാസിറ്റി അതിനില്ല. ഇതുപോലെ തന്നെയാണ് ഒരുപാട് ജീവിതങ്ങൾ സുവിശേഷത്തെ അംഗീകരിക്കുവാൻ മനസ്സില്ല, ജീവിത സ്വഭാവങ്ങളെ മാറ്റുവാൻ മനസ്സില്ല. ഹൃദയത്തെ വചനം കേൾക്കും തോറും ഹൃദയത്തെ വീണ്ടും വീണ്ടും കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാറുവാൻ മനസ്സില്ലാത്ത പിശാച് കുരുടാക്കിയ ജീവിതങ്ങളെ കാണുവാൻ സാധിക്കും. നമ്മുടെ ജോലി സ്ഥലത്ത് കാണുവാൻ സാധിക്കും. നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ തൊട്ടരികിലായിട്ട് ഇരിക്കുന്നവർ, ബസ്സിലാകട്ടെ, ട്രെയിനിലാകട്ടെ, വിമാനത്തിലാകട്ടെ, നമുക്കവരെ കാണുവാനായി സാധിക്കും. ഇവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? പിശാച് കുരുടാക്കി തീർത്ത ജീവിതങ്ങളെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? ഇവർ വായി തുറക്കുമ്പോൾ, ഇവർ സംസാരിപ്പാനായി തുടങ്ങുമ്പോൾ നമുക്കറിയുവാനായി സാധിക്കും. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുവാൻ ഇവർ മുൻവരുമ്പോൾ, ഇവരിലൂടെ എന്തെങ്കിലും ഡീഡ്സ് ആൻഡ് വർക്ക്സ് ഒരുപക്ഷെ അവർ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നിലപാടുകൾ, ഇവിടെ കാഴ്ചപ്പാടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതരം കൊണ്ട് പറയുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഇവർ ആത്മീകമായി അന്ധത ബാധിച്ചവർ, പിശാച് കുരുടാക്കിയ ജീവിതങ്ങളെന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ആത്മീയ അന്ധത ബാധിച്ചവരാണ് ഇന്ന് സമൂഹത്തിൽ ഏറെയും.
ഏറെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ മനുഷ്യൻ അന്ധനായിരുന്നു, ബർത്തിമായി അന്ധനായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഹി വാസ് എ ബെഗർ. അവൻ ഒരു യാചകൻ ആയിരുന്നു, ഒരു ഭിക്ഷക്കാരൻ, ഭിക്ഷയെടുക്കുന്ന മനുഷ്യനായിരുന്നു. ലൂക്കോസ് സുവിശേഷം 18:35 വായിക്കുമ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വേദഭാഗം മർക്കോസ് സുവിശേഷം 10:46 ഇതേ സംഭവത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബർത്തിമായി എന്ന കുരുടനായി ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബർത്തിമായിയെക്കുറിച്ച് പറയുന്നത് അവൻ നിരാലംബനും അവൻ ദരിദ്രനുമായിരുന്നു എന്നതാണ്. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തവൻ, യാതൊരുവിധ സഹായവും ഇല്ലാത്തവൻ, ജീവിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവൻ. ബർത്തിമായി പോലെ ക്രിസ്തുവില്ലാതെ ജീവിക്കുന്നവർ ഈ ലോകത്തിൽ അന്ധരാകുന്നു. പ്രിയമുള്ളവർ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ കൂടാതെ ജീവിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകളില്ലാതെ, ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കാതെ ജീവിക്കുന്നവരൊക്കെ ഇന്ന് എന്താണ്, അന്ധന്മാരായിട്ടാണ് വേദപുസ്തകം എടുത്തു കാണിക്കുന്നത്. അത് ഞാൻ വായിച്ചു കഴിഞ്ഞു. ആരംഭത്തിൽ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിനെ ഞാൻ വായിച്ചു കഴിഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആത്മീയ അന്ധത ബാധിച്ചവരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് ഞാൻ കുറച്ചുകൂടെ ലളിതമാക്കി പറയാം. ആത്മീയ അന്ധത ബാധിച്ചവർ, ഇവർക്ക് ക്രിസ്തുവിൻ്റെ വഴികളോ പ്രമാണങ്ങളോ രീതികളോ ഇവർക്ക് വേണ്ട. ഇതാണ് ഇവരുടെ പ്രത്യേകത. അതായത് ക്രിസ്തുവിൻ്റെ പാറ്റേൺ, ക്രിസ്തു ജീവിച്ച പാറ്റേൺ, ക്രിസ്തു പറഞ്ഞു തന്ന പാറ്റേൺ, ഇതൊന്നും അവർക്ക് വേണ്ട. അതൊന്നും ലെവലേശം അവർ ഉൾക്കൊള്ളുകയില്ല. പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ഉപകാരം ഇവർക്ക് വേണം. ആമേൻ. ദൈവത്തിൽ നിന്നുള്ള സഹായം വേണം. ദേ നീഡ് ഗോഡ്സ് ഫേവർ. ദൈവത്തിൻ്റെ സഹായത്തിനെ എപ്പോഴും ഇവർ യാചിച്ചു കൊണ്ടേയിരിക്കും, വല്ലാതെ യാചിക്കും. ഈ വേർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവർ ദൈവത്തോട്, ഇത് ബിബ്ലിക്കൽ വേർഡാണ്, ഇവർ ദൈവത്തോട് വല്ലാതെ യാചിക്കും. ഇവർ ഈ വല്ലാതെ യാചിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു കുഞ്ഞ് മർമ്മമുണ്ട്, രഹസ്യമുണ്ട്. ഈ വല്ലാതെ യാചിക്കുന്നത് ഒരു വ്യക്തി കണ്ടാൽ നമ്മൾ ചിന്തിച്ചു പോകും, ഈ വ്യക്തിയാണ് ദൈവത്തോട് ഏറ്റവും ഇൻറ്റിമസിയോടുകൂടെ ഇരിക്കുന്നതെന്ന്. ചിലപ്പോൾ പള്ളിയിലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാകാം, ഒരു ചെറിയ സർക്കിൾ പ്രേയറിലെ ഒരു ചെറിയ കോട്ടേജ് പ്രേയർ, ഭയങ്കരമായി പ്രാർത്ഥിക്കും, ഭയങ്കരമായിട്ട് യാചിക്കും. ലോകത്തിന് വേണ്ടിയും പല വിഷയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അലമുറയിട്ട് പ്രാർത്ഥിക്കുന്ന, ഉപവാസ പ്രാർത്ഥനയുടെ മധ്യ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. വല്ലാതെ യാചിക്കുന്നവർ, ഫോർ ഗെറ്റിംഗ് ഗോഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ ഉപകാരം കിട്ടുവാൻ വേണ്ടി വല്ലാതെ യാചിക്കുന്നു. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിത രീതികളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ ഇവർക്ക് വേണ്ട, വചനങ്ങൾ വേണ്ട, അതുപോലെ വഴി നടക്കുവാനുള്ള സിസ്റ്റംസ്, പാറ്റേൺസ് ഇവർക്ക് ആവശ്യമില്ല. ഇവർക്ക് വേണ്ടത് ഗോഡ്സ് ഫേവർ ഉള്ളി. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മാത്രം ഇവർക്ക് മതി. ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, വാരി വലിച്ചു കൂട്ടുവാൻ, രോഗങ്ങൾ മാറുവാൻ, തലവേദന മാറുവാൻ, ശാരീരിക വേദന മാറുവാൻ, എപ്പോഴും ആരോഗ്യത്തോടെ യുവത്വത്തോടെ നിൽക്കുവാൻ, ഏതെങ്കിലും ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിത പ്രകൃതമല്ലേ കാണുന്നത്. ആരെങ്കിലും ഒന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതം ധന്യമായി. ആരെങ്കിലും ഒന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതം ധന്യമായി. ഇതാണോ സ്നേഹിതേ ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രിയ കുടുംബമേ, ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്ന ഇതല്ല. ദൈവ വഴികളിൽ സഞ്ചരിക്കുക, ദൈവിക പ്രമാണങ്ങൾ സഞ്ചരിക്കുക. അങ്ങനെ നിങ്ങൾ സഞ്ചരിക്കാത്ത വ്യക്തിയെങ്കിൽ ദ ഹോളി ബൈബിൾ, സത്യവേദ പുസ്തകം പറയുന്നു, നിങ്ങൾ ആത്മീക അന്ധത ബാധിച്ചവർ. സുവിശേഷം നിങ്ങൾക്ക് മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നശിച്ചു പോകുന്ന ആ ഒരു ഗണത്തിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. നശിച്ചു പോകുന്നവർക്കത്രേ സുവിശേഷം മറഞ്ഞിരിക്കുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രിയരെ, ഇപ്പോൾ ഒന്ന് ഓർത്തേ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ നോക്കിക്കാണാൻ കഴിയുന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, എത്രയോ ഇടങ്ങളിൽ നിങ്ങൾ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ, അയൽവാസികളുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ നോക്കിക്കാണുവാൻ കഴിയുന്നില്ലേ? റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ
കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, ഗ്രഹിക്കുന്നവൻ ഇല്ല. ദൈവത്തിന് ആവശ്യം ആരെയെന്നറിയാമോ? എപ്പോഴും സഹായം ചോദിച്ച് വരുന്നവനെ അല്ല. എപ്പോഴും സഹായം, ഫേവർ, ഉപകാരം അന്വേഷിച്ച് തേടി വരുന്നവളെല്ല, വരുന്ന കുടുംബത്തെയോ സഭയോ ദേശത്തെയോ അല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ആവശ്യം ആരെയാണെന്നറിയാമോ? ദൈവത്തെ അന്വേഷിക്കുന്നവരെ. സർവദ, ഓൾ ടൈം, ഓൾവേസ് സെർച്ചിങ് ഗോഡ്. ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവിക മർമ്മങ്ങളെ ഗ്രഹിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ലോകത്തിൽ പലതും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ, വേദപുസ്തകം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വായിക്കുമ്പോൾ അത് ഗ്രഹിക്കുന്നവരെയാണ്. ആ ഗ്രഹിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഉൾക്കൊള്ളുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് പ്രിയരെ മനസ്സിലാക്കിക്കൊള്ളുക. അന്ധത എന്ന് പറയുന്നത് ഫിച്ച എന്നതുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ അന്ധത എന്ന് പറയുന്നത് എന്താണ്? ഭിക്ഷ യാചിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലാക്കുക. വളരെ ഷോർട്ടായിട്ട് പറയുന്നതാണ്. ദൈവമേ എന്നെ സഹായിക്കണമേ, എന്നെ കരുതണമേ, എന്നെ നടത്തണമേ, എൻ്റെ മക്കളെ സഹായിക്കണമേ, എന്നെ ഉയർത്തണമേ, മാനിക്കണമേ. ഇങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ പട്ടിക തന്നെയുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ഒരു വലിയ, എനിക്ക് ആരോഗ്യം നൽകണം, എൻ്റെ മക്കളൊക്കെ സുഖമായിരിക്കണം, മക്കളെയൊക്കെ ഒരുമിച്ച് ഐക്യത്തോടെ കഴിയണം, എനിക്ക് സമ്പത്ത് നൽകണമേ, പ്രൊമോഷൻ നൽകണമേ, ജോബ് നൽകണമേ, കല്യാണം നൽകണമേ, വാഹനം നൽകണമേ. എന്തോരം പ്രാർത്ഥനകൾ. യെസ്, ബെഗിങ് ഫോർ ഗോഡ്സ് ഫേവർ അല്ലേ? കാരണം എന്താ? സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീക അന്ധത. പ്രിയരെ, ആത്മീക അന്ധത ഇങ്ങനെ എന്താണ്? ഭിക്ഷ എടുക്കുകയാണ് ദൈവത്തോട്. ഇവിടെ ഒരു മനുഷ്യൻ തീമായിയുടെ മകനായ ബർത്തിമായി ഭൗതിക അന്ധത ബാധിച്ചപ്പോൾ അവൻ വഴിയരിയുന്ന പൈസ ചോദിക്കുക ആളുകളോട്. അവൻ വല്ലാതെ യാചിക്കുകയാണ് ആളുകളോട്. എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ്. ഇവിടെ ദൈവാലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട്, വീടിൻ്റെ അറകിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ യാചിക്കുകയാണ് ആത്മീക അന്ധത ബാധിച്ചവർ. എനിക്ക് അത് തരണേ, ഇത് തരണേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നീ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി നീ ദൈവത്തെ അന്വേഷിക്കുന്നു? ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്നവനാണോ? ഗ്രഹിക്കുന്ന കുടുംബമാണോ? എങ്കിൽ ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, പുനർചിന്തനം ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തെ മാറുക. ഈ നോമ്പിൻ കാലഘട്ടത്തെ വേദപുസ്തകം കം ബാക്ക് ടു ദ കിങ്, രാജാവിലേക്ക് മടങ്ങി വരിക, പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. നിന്റെ സ്റ്റബേണായിട്ടുള്ള ഹൃദയത്തെ ഉപേക്ഷിക്കുക, നിന്റെ കഠിന ഹൃദയത്തെ ഉപേക്ഷിക്കുക, നിന്റെ തെറ്റിദ്ധാരണകളെ ഉപേക്ഷിക്കുക, പാപം നിറഞ്ഞ ജീവിതത്തെ ഉപേക്ഷിക്കുക. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെടുകയാണ്. കുരുടൻ്റെ സാഹചര്യത്തെക്കുറിച്ച്, ദ കണ്ടീഷൻ ഓഫ് ദിസ് മാൻ, ആ മനുഷ്യനെക്കുറിച്ചാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. അവൻ അന്ധനായിരുന്നു, അവൻ യാചകൻ ആയിരുന്നു. ഇനി നാം നോക്കുവാൻ പോകുന്നത് ബർത്തിമായിയുടെ കരച്ചിലിനെ കുറിച്ചാണ്. ദിസ് മാൻസ് ക്രൈ, ഈ മനുഷ്യൻ്റെ കരച്ചിലിനെ കുറിച്ചാണ് രണ്ടാമതായി ധ്യാനിക്കുവാനായി പോകുന്നത്. 18-ാം അധ്യായം 36, 37, 38 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നസ്രനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബർത്തിമായി നിലവിളിക്കുകയാണ്, കരയുകയാണ്, ഉച്ചത്തിൽ നിലവിളിച്ച് കരയുകയാണ്. ദാവീദ് പുത്ര, യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുകയാണ്. ആ ഒരു സീനൊന്ന് ചിന്തിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് പ്ലീസ് മേഴ്സി ഓൺ മീ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ പറയട്ടെ, ഇറ്റ് വാസ് എ ഡെസ്പെറേറ്റ് ക്രൈ. അതായത് നിരാശയോടുള്ള ഒരു നിലവിളിയാകുന്നു ബർത്തിമായി നിലവിളിച്ചത്. നിരാശയോടുള്ള ഒരു നിലവിളി. കാരണം ബർത്തിമായി അവൻ നിരാശനായിരുന്നു. യേശുവിനെ തൻ്റെ ജീവിതത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്ന് തന്നെ അവൻ കരുതുകയാണ്. എന്നെ യേശു സൗഖ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വരുവാനൊന്നും ഞാൻ യോഗ്യനല്ല. അവൻ അത്രയ്ക്ക് നിരാശനാണ്. യേശുവിനെ തനിക്ക് ലഭിക്കുന്നതിനായി, യേശുവിന് നൽകുവാനും തൻ്റെ കയ്യിൽ ഒന്നുമില്ല, യേശുവിന് കൊടുക്കുവാനായിട്ട് തൻ്റെ കയ്യിൽ ഒന്നുമില്ല. എല്ലാവരും ഒന്നും വാങ്ങിച്ചുള്ള ശീലമാണ്.
ഇനിയിപ്പോൾ ജീസസിന് കൊടുക്കുവാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല, ജീസസിന് എന്തെങ്കിലും നൽകി ഒരു ഗോഡ്സ് ഫേവർ കിട്ടുവാനായിട്ടും എൻ്റെ കയ്യിലൊന്നുമില്ല. അവന് കഴിയുമായിരുന്ന ഒന്ന് മാത്രമേ, പ്രിയമുള്ളവരെ, കരുണയ്ക്കായി യേശുവിനോട് നിലവിളിച്ച് യാചിക്കുകയാണ്. കരുണയ്ക്കായി യാചിക്കുന്ന ബർത്തിമേയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ആത്മീകാന്തതയിൽ നിങ്ങൾ കരുണയ്ക്കായി യാചിക്കുക. എൻ്റെ അവിവേകം പൊറുക്കണമേ. ആമേൻ. കർത്താവേ, കഴിഞ്ഞ കാലമൊക്കെ എത്രയോ തൗസൻഡ്സ് ഓഫ് സെർമൺസ് ഞാൻ കേട്ടു, ധ്യാനങ്ങൾ കേട്ടു, ധ്യാന പ്രസംഗങ്ങൾ, കൺവെൻഷൻ പ്രസംഗങ്ങൾ, പുസ്തകങ്ങൾ വായിച്ചു, റേഡിയോയിലൂടെ, ടി വിയിലൂടെ എത്രയോ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ കേട്ടവനാണ് ഞാൻ, കേട്ട സഭയാണ് ഞാൻ. വേദപുസ്തകം ചോദിക്കുകയാണ്, നിന്നിൽ എന്ത് മാറ്റമുണ്ടായി? നിന്നിൽ എന്ത് ചേഞ്ചാണ് നീ വരുത്തിയത്? നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിനക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞുവോ? നീ പ്രോസ്പെരിറ്റി ഗോസ്പലിനെ തേടിയാണോ യാത്ര ചെയ്തത്? സമൃദ്ധിയുടെ സുവിശേഷം, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സുവിശേഷം കേൾക്കുവാനാണോ നീ ഇത്രയും നാൾ വെമ്പലോട് വേദപുസ്തകം ചുമന്നുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞത്, സ്തോത്രം പറഞ്ഞത്? ഭൗതിക അനുഗ്രഹം നേടുവാൻ വേണ്ടി ആയിരുന്നോ? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിന്നിൽ എന്ത് മാറ്റമാണ് ഇക്കഴിഞ്ഞ കാലമൊക്കെയും നിനക്ക് വരുത്തുവാൻ കഴിഞ്ഞത്? വചനം, ദൈവത്തിൻ്റെ വചനം നിന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തെ ഒന്ന് പറഞ്ഞേ. നിന്റെ മക്കൾ ഗൾഫിൽ പോയതാണോ? അവർക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടിയതാണോ? അല്ലെങ്കിൽ മക്കളൊക്കെ പഠിച്ച് റാങ്ക് നേടിയതാണോ? അല്ലെങ്കിൽ വീട് 1 നിലയിൽ നിന്ന് 2 നിലയാക്കിയതാണോ? അല്ലെങ്കിൽ ചെറിയൊരു കാറിൽ നിന്നും BMW ഉള്ള ഇന്ന് ബെൻസ് കാറുകളൊക്കെ വാങ്ങിക്കൂട്ടിയതാണോ നിനക്ക് പറയുവാനുള്ള നേട്ടം? ചിന്തിച്ചു നോക്കുക പ്രിയമുള്ള. എന്ത് മാറ്റമാണ് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിനക്ക് വരുത്തിയെടുക്കുവാനായി കഴിഞ്ഞത്? നിന്റെ ആത്മാവിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ കഴിഞ്ഞുവോ? ചോദ്യം, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ ആത്മാവ് പറുദീസയിൽ ചെല്ലുമെന്ന ഉറപ്പ് നിനക്കുണ്ടോ? ആമീൻ. ഈ നിമിഷം ഞാനും നിങ്ങളും മരിച്ചാൽ, പ്രിയമുള്ളവരെ, നിന്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് പറുദീസയിൽ പ്രവേശിക്കുമെന്ന നിശ്ചയം നിനക്കുണ്ടോ? അതുണ്ടാകണമെങ്കിൽ ദൈവിക മർമ്മങ്ങളെ ഗ്രഹിക്കണം, ദൈവത്തെ അന്വേഷിക്കണം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം, തിരുത്തലുകൾ ഉണ്ടാകണം. ഈ നോമ്പിൻ കാലഘട്ടത്ത് ജീവിത വഴികളിൽ തിരുത്തലുകൾ വരുത്തുന്നവരായി മാറണം പ്രിയമുള്ള. നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പക്ഷേ യേശുവിനെ പിൻപറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നീതിമാന്റെ വഴിയിൽ പിൻപറ്റുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ. ഈ മനുഷ്യൻ്റെ കരച്ചിൽ, അല്ലെ, നിരാശയോടുള്ള കരച്ചിലായിരുന്നു. രണ്ടാമതായി, ഇറ്റ് വാസ് എ ഡിറ്റർമൈൻഡ് ക്രൈ. അത് ഒരു തീരുമാനത്തോടെയുള്ള ഒരു നിലവിളിയായിരുന്നു ബർത്തിമായുടേത്. ഒരു തീരുമാനത്തോടെ, വെറുതെ നിലവിളിച്ചതല്ല. ചില കുട്ടികൾ ചിലതിനൊക്കെ കരയാറുണ്ട്. നിങ്ങൾ ഈ കുട്ടികളെയൊക്കെ ഞാൻ പലയിടത്തും ഈ കരയുന്ന കുട്ടികളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു കാര്യമില്ലാതെ കരയുന്നവരുണ്ട്, ഒരു കാര്യവും കാണത്തില്ല. അപ്പോൾ അമ്മയോട് ചോദിക്കും, അപ്പനോട് ചോദിക്കും, എന്തിനാ ഈ കുഞ്ഞ് കരയുന്നത്? അച്ഛാ, ഒരു കാര്യവുമില്ല, വെറുതെ കിടന്ന് ഈ കൊച്ചിങ്ങനെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വെറുതെ. അങ്ങനെയുള്ള കുട്ടികളൊക്കെ കുഞ്ഞു പ്രായത്തിലൊക്കെ അമ്മമാർക്കൊക്കെ അറിയാം. നിങ്ങളുടെ മക്കൾ ഒരാവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, അല്ലേ? നാട്ടുഭാഷയിലപ്പം മോങ്ങുക എന്ന് പറയുന്നത്, ഇങ്ങനെ മോങ്ങിക്കൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്ന അനുഭവം, അല്ലേ? പക്ഷേ ചില കുട്ടികളുണ്ട്, ഒരു പർപ്പസോടെ കരയും, ഭയങ്കര തീരുമാനത്തോടെ. ഒരു മിഠായിക്ക് വേണ്ടിയാകാം, ഒരു ഡോളിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ എവിടെയോ വച്ചിരിക്കുന്ന ഒരു സാധനം, ഒരു കളിപ്പാട്ടമാകാം, അത് കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു നിലവിളി, ഒരു കരച്ചിൽ, ശക്തമായിട്ട് അലറി നിലവിളിച്ച് കരയുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഇതുപോലെയാണ് ഈ ബർത്തിമേയ ഒരു തീരുമാനത്തോടെ നിലവിളിക്കുകയാണ്. ലൂക്കോസ് 18:39 വായിക്കുമ്പോൾ, മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു എന്ന് കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ഒരുപക്ഷെ ആത്മീക അന്ധതയിൽ ആകാം. ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയുടെ കാതലായ ഭാഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ സെർമൺ കേൾക്കുമ്പോൾ, ഇത്രയും ഭാഗം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, അയ്യോ, ഞാൻ ആത്മീക അന്ധതയിലല്ലേ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യെസ്, ഐ ആം ഇൻ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്. ആത്മീക അന്ധതയിലാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ യേശു നിങ്ങളെ അടുക്കൽ തേടി വന്നു. ഒരിക്കൽ യേശു നിങ്ങളുടെ അടുക്കൽ തേടി വന്നു. ഇല്ല, ഈ പ്രഭാതത്തിൽ യേശു നിങ്ങളുടെ അടുക്കൽ തേടി വരികയാണ്. വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ്?
നിങ്ങൾ ആത്മീക അന്ധതയിലിരിക്കുന്ന സ്ഥാനത്തുകൂടെ യേശു കടന്നു വരികയാണ്. നിങ്ങളെ തേടി കടന്നു വരികയാണ്. നിങ്ങളുടെ അടുക്കലൂടെ കടന്നു പോവുകയാണ്. ആമേൻ. അങ്ങനെ യേശു നിങ്ങളുടെ അരികിൽ വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ പറയട്ടെ, വളരെ പെട്ടെന്ന് ഉടൻ നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക. യേശുവിനെ ഒന്ന് മുറുകെ പിടിക്കുക. യേശുവായിട്ട് ബന്ധം സ്ഥാപിക്കുക. നിങ്ങൾ ഒരുപാട് സെറ്റപ്പിലൊക്കെ ഇരുന്നവരാകാം അല്ലേ? ഒരുപാട് സെറ്റപ്പിലും ഓരോ സംഭവങ്ങളൊക്കെ ഈ ലോകപ്രകാരം ഇരുന്ന വ്യക്തിയാകാം. പക്ഷേ നിങ്ങളൊന്ന് ഓർത്തേ, യേശു നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്ത് വന്ന, നിങ്ങളുടെ സ്ഥലത്ത് വന്ന, നിങ്ങളെ ആരാധിക്കുന്ന സ്ഥലത്ത് യേശു വന്ന അനുഭവത്തെ ഒന്ന് നോക്കുക. അങ്ങനെ യേശു നിങ്ങളെ തേടി വന്നപ്പോൾ നോക്കുക, ഇവിടെ ബർത്തിമായി അല്ല യേശുവിനെ തേടി പോകുന്നത്. യേശു ബർത്തിമായി ഇരുന്ന സ്ഥലത്ത് കടന്നു വരികയാണ്. അവിടെ വന്നപ്പോൾ ബർത്തിമായിയുടെ പാർട്ട് എന്താണ്? യേശുവിൻ്റെ പാർട്ട് യേശു ചെയ്തു കഴിഞ്ഞു. താൻ അവൻ്റെ അടുക്കലോളം വന്നു. ആ പാത്തിലൂടെ പോവുകയാണ്, ആ വഴിയിലൂടെ പോവുകയാണ്. ഉടനെ ബർത്തിമായി തൻ്റെ പാർട്ട് ചെയ്യാണ്. അവൻ ഉടനെ യേശുവുമായി ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ്? കേൾവിയിലൂടെയാണ് അവൻ മനസ്സിലാക്കിയത്. കാഴ്ചയാലല്ല, അവൻ കേൾവിയാലെയാണ് യേശു നടന്നു പോകുന്നത്. അതിന് ആരെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്നത് അവൻ കേൾവിയിലൂടെ. യേശുവിൻ്റെ സാന്നിധ്യം തന്നെ തേടി വന്ന, തൻ്റെ അരികിലൂടെ പോകുന്ന യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളെപ്പോഴാണോ സത്യസുവിശേഷത്തിലൂടെ, തിരുവചന മർമ്മങ്ങളിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം ഗ്രഹിക്കുന്നത്, ഉടനെ ബന്ധം സ്ഥാപിക്കുക. ഉടനെ യേശുവുമായി ബന്ധം സ്ഥാപിക്കുക. യേശുവിൻ്റെ കരങ്ങളിൽ ഒന്ന് മുറുകെ പിടിക്കുക. വിട്ടുകളയരുത്. നിങ്ങളുടെ കൂടെയുള്ളവർ, നിങ്ങളോട് ചുറ്റുമുള്ളവർ തടസ്സം സൃഷ്ടിക്കും പ്രിയരെ. നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളുടെ വീട്ടിനകത്തുള്ളവർ യേശുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ ഒരുപക്ഷെ തടസ്സം, ഭയങ്കരമായ തടസ്സം ഉണ്ടാക്കിയേക്കാം. ഭയങ്കരമായ, ചിലപ്പോൾ നിങ്ങളുടെ മക്കളാകാം, ലൈഫ് പാർട്ട്ണറാകാം, മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ സഹോദരങ്ങളാകാം. ഒരുപക്ഷെ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. പക്ഷേ മറന്നു പോകരുതേ, നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടാകണം. ഇവിടെ ഭൗതിക അന്ധത ബാധിച്ച മനുഷ്യനോട് പറയുകയാണ്, നീ മിണ്ടാതിരിപ്പാൻ ശാസിക്കുകയാണ്. ശിഷ്യന്മാർ ഉൾപ്പെടെ അവിടെ കൂടിയിരുന്നവർ ശാസിക്കുകയാണ്, മിണ്ടാതിരിപ്പിൻ, യേശുവിനെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് പറയുമ്പോൾ വീണ്ടും ഉറക്കെ നിലവിളി. അവൻ്റെ തീരുമാനം അതായിരുന്നു, ഞാൻ യേശുവുമായി ബന്ധം സ്ഥാപിക്കും. ദാവീദ് പുത്ര യേശുവേ കരുണയുണ്ടാകണമേ എന്ന് യേശുവിനോട് യേശുവിനോട് നിലവിളിക്കുകയാണ്. തീരുമാനത്തോടു കൂടെയുള്ള കരച്ചിൽ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, രണ്ടാമതൊരവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരികയില്ല. There will be some time in life, there will be only one chance. യേശു നിങ്ങളെ തേടി വരുന്ന, ചിലപ്പോൾ ഒരു ദൈവദാസൻ്റെ രൂപത്തിലാകാം, ഒരു മെസ്സേജിൻ്റെ രൂപത്തിലാകാം, ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാകാം, ഒരു സാക്ഷ്യത്തിൻ്റെ രൂപത്തിലാകാം, ഒരു പേഴ്സണായിട്ടാകാം, ഒരു വ്യക്തിയായിട്ടാകാം. പക്ഷേ നിങ്ങളുടെ അടുക്കിലേക്ക് ദൈവം അയക്കുന്നത്, ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം സ്റ്റബേണാക്കി മാറ്റരുത്. പിന്നെ നിങ്ങൾക്കൊരവസരം ഉണ്ടായില്ല എന്ന് വന്നേക്കാം. പിന്നെ ഒരവസരം ഉണ്ടായി എന്ന് വന്നേക്കത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബർത്തിമായിക്ക് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ബർത്തിമായുടെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ലഭിച്ച ഒരു അവസരമായിരുന്നു അത്, അല്ലേ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി റിഗാർഡിങ് ടു മീറ്റ് ജീസസ്. Okay, identifying Jesus, to call upon Jesus. യേശുവിനെ വിളിക്കുവാനും യേശുവിൻ്റെ സാമീപ്യം അനുഭവിക്കാനും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവസാനമായി ലഭിച്ച അവസരമാണ്. അതവൻ മാക്സിമം യൂസ് ചെയ്യുകയാണ്, അവൻ അത് ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ കാലഘട്ടം കൊണ്ട് ഇപ്രകാരം നിന്നിലൂടെ കടന്നുപോയ, നിന്നെ തേടി വന്ന യേശുവിനെ നീ കാണാത്തവനെ പോലെ, കാണാത്തവളെ പോലെ നിന്റെ മനസ്സ് കുരുടാക്കി നീ ജീവിച്ചതിൻ്റെ പ്രതിഫലമല്ലേ ഇന്ന് നീ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം? ചോദ്യം, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകും? ഇതുവരെയും നിനക്ക് ക്രിസ്തുവിനെ അനുഭവവേദ്യമാക്കിയിട്ടില്ല. നിന്റെ അരികിലൂടെ കടന്നുപോയി, ഉൾക്കൊള്ളുവാൻ ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ഒരു മാസ്മരിക ലോകത്ത്, ഒരു ഇല്യൂഷൻ വേൾഡിലല്ലേ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കം ബാക്ക് ടു ക്രൈസ്റ്റ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവ് പറയുന്നു, എന്നിലേക്ക് മടങ്ങി വരിക, എൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരിക. എന്നെ ആരാധിക്കുന്നവരാകരുത്, നിങ്ങളെന്നെ ആരാധിക്കുന്നവരാകരുത്, എൻ്റെ വഴി പിൻപറ്റുന്നവരാകണം. ഞാൻ നടക്കുന്ന വഴിയെ പിൻപറ്റുന്നവരാകണം. ഞാൻ പറഞ്ഞ ഉപദേശങ്ങളെ പിൻപറ്റുന്നവരാകണം. ഐ ആം ദ വേ, ഞാനാകുന്നു വഴി, ഞാനാകുന്നു സത്യം, ഞാനാകുന്നു ജീവൻ. എന്നെ പിൻപറ്റുന്നവർ, ആമേൻ, എന്നെ പിൻപറ്റുന്ന അനുഭവം, യേശുവിനെ പിൻപറ്റുന്ന അനുഭവം ഉണ്ടാകണം. നിങ്ങളെ തേടി വന്ന യേശു,
നിങ്ങളുടെ വീട്ടിൽ ദൈവം അയച്ച പിതാവായ ദൈവം തൻ്റെ പുത്രനെ നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളായിരുന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ ആരാധിച്ച സ്ഥലത്തേക്ക് അയച്ച യേശുവുമായി ബന്ധം സ്ഥാപിച്ച് എന്ത് പ്രതികൂലങ്ങൾ, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ യേശുവിനെ പിൻപറ്റും, ഞാൻ യേശുവിനെ വിട്ട് മാറുകയില്ല, ഞാൻ എപ്പോഴും അവൻ്റെ പിന്നാലെ സഞ്ചരിക്കുമെന്ന തീരുമാനം ആയതിനാൽ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന അവൻ്റെ കരച്ചിൽ, അവൻ്റെ നിലവിളി ഒരു തീരുമാനത്തോടു കൂടിയ നിലവിളി ആയിരുന്നു. രണ്ട് കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. ഒന്ന്, അവൻ്റെ സാഹചര്യം. അവൻ അന്ധനായിരുന്നു, അവൻ യാചകനായിരുന്നു. രണ്ടാമതായി ഞാൻ പറഞ്ഞു അവൻ്റെ കരച്ചിൽ. അവൻ്റെ കരച്ചിൽ നിരാശയോടുകൂടിയ കരച്ചിലായിരുന്നു. ഒരു തീരുമാനത്തോടുകൂടിയുള്ള കരച്ചിലായിരുന്നു. മൂന്നാമത്തെ ഏറ്റവും ഒടുവിലത്തെ ചിന്ത എന്നത് ദ മാസ്റ്റേഴ്സ് കമ്പാഷനെ അവിടെ കാണുവാനായി സാധിക്കും. ഗുരുവിൻ്റെ കരുണ, നായകൻ്റെ കരുണയെ നമുക്കവിടെ കാണുവാനായി വ്യക്തമായി അവിടെ കാണുവാൻ കഴിയും. പ്രിയരെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് നായകനായ യേശുവിൻ്റെ, നാഥനായ യേശുവിൻ്റെ കരുണ ബർത്തിമായിക്ക്, ഭൗതിക അന്ധത ബാധിച്ച ബർത്തിമായിക്ക് ലഭിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് മർക്കോസ് സുവിശേഷം 10:50 രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു എപ്പോഴാണോ അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചത്, അത് കേട്ട മാത്രമേ തന്നെ ബർത്തിമായി തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ്, പുതപ്പ് ഉപേക്ഷിച്ച് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ പുതപ്പ് ഉപേക്ഷിക്കുക. ബർത്തിമായി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് പുതപ്പ് ഉപേക്ഷിക്കേണ്ടതായി വന്നു. അവൻ പുതപ്പ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ്. ഭൗതിക അന്ധത മാറുവാൻ അവനെ ഇത്രയും നാൾ യാചകന്റെ വേഷത്തിൽ ഇരുത്തിയിരുന്ന ഭൗതിക അന്ധതയാൽ ഉണ്ടായ യാചകൻ, ഭിക്ഷ യാചിക്കുക എന്ന അനുഭവത്തിൽ അവനെ പൊതിഞ്ഞു വച്ചിരുന്ന, അവനെ സിംബോളിക്കായി, അവനെ അടയാള സൂചകമായി വച്ചിരുന്ന, അത്രയും നാൾ അവനെ കവർ ചെയ്ത് വച്ചിരുന്ന ആ പുതപ്പിനെ അവൻ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ് യേശുവിനെ പിൻപറ്റുവാൻ, കാഴ്ച പ്രാപിക്കുവാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ പുതപ്പ് ആത്മീക ജീവിതത്തെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പറയട്ടെ, നിങ്ങളുടെ പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ആത്മീയ അന്ധത മാറുക എന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വഭാവത്തെ, പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുക. ആത്മീക അന്ധതയെ ഉപേക്ഷിക്കുക. ഗുരുവിനോടൊപ്പമുള്ള യാത്ര തുടരുക. ഗുരുവിനോടൊപ്പമുള്ള യാത്ര. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. No turning back, no turning back, no turning back, no turning back. ഇവിടെ ഈ ഭിക്ഷക്കാരൻ ഇപ്പോൾ യേശുവിനെ മുന്നിൽ വയ്ക്കുകയാണ്, തൻ്റെ പുതപ്പിനെ പുറകിലേക്ക് ഉപേക്ഷിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അവൻ്റെ ഭൗതിക അന്ധത മാറുന്നതിനായി യേശുവിൻ്റെ മുന്നിലേക്ക് പോകുന്നു. അവൻ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ അവൻ ഒരുങ്ങുകയാണ്. അവൻ്റെ പുതപ്പ് ഉപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ആത്മീക അന്ധത മാറുവാനായിട്ട് നിങ്ങളുടെ പുതപ്പ് ഉപേക്ഷിക്കുക. പഴയ ജീവിതത്തെ, ആത്മീയ അന്ധതയെ ഉപേക്ഷിച്ച് പ്രിയമുള്ളവരെ ഗുരുവിനോടൊപ്പമുള്ള യാത്ര തുടരുക. ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവായ യേശു നമ്മോട് പറയുകയാണ്, മകനെ, മകളെ, നിൻ്റെ ആത്മീക അന്ധത മാറുവാൻ നിൻ്റെ പുതപ്പ് ഉപേക്ഷിക്കുക. നിൻ്റെ പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുക. ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ കാഴ്ച, ഒരു പുതിയ പെർസ്പെക്റ്റീവ്, ആ ഒരു അനുഭവത്തിലേക്ക് സഞ്ചരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഇവിടുത്തെ പ്രത്യേകത, ലൂക്കോസ് സുവിശേഷം 18:41 വായിക്കുമ്പോൾ യേശു ചോദിക്കുകയാണ് ബർത്തിമായിയോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു.
ചോദ്യം ഇതാണ്, യേശുവിനെ അറിയാഞ്ഞിട്ടാണോ യേശു ഈ ചോദ്യം ബർത്തിമായിയോട് ചോദിച്ചത്? ഞാൻ പറയട്ടെ, ഒരിക്കലുമല്ല. യേശുവിനെ അറിയാം. അവൻ്റെ ആവശ്യത്തിൽ അവന് പൂർണ്ണ ലക്ഷ്യം ഉണ്ടോ എന്ന് യേശുവിനെ അറിയണമായിരുന്നു. അവൻ്റെ ആവശ്യത്തിൽ അവന് പൂർണ്ണ ലക്ഷ്യമുണ്ടോ എന്ന് യേശുവിനെ അറിയണമായിരുന്നു. അതുകൊണ്ട് അവനോട് ചോദിച്ചത്, നിനക്ക് ഞാൻ എന്ത് ചെയ്ത് തരണം? പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അവൻ്റെ ആവശ്യത്തിൽ അവന് പൂർണ്ണ ലക്ഷ്യമുണ്ടോ, അതിലവന് വിശ്വാസമുണ്ടോ എന്ന് യേശുവിന് അറിയണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നാം ദൈവത്തെ കർത്താവിനെ പിൻപറ്റുമ്പോൾ റിയലി ഒരു വിശ്വാസത്തോടെയാണോ പിൻപറ്റുന്നത്? നിത്യതയ്ക്കുള്ള നമ്മുടെ യാത്ര കണ്ണുകൾ തുറക്കപ്പെടണം. ഭൗതിക കണ്ണുകളല്ല, ആത്മീക കണ്ണുകൾ തുറക്കപ്പെടണം. തുറക്കപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, ഒരു പുതിയ ജീവിത പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു വിശ്വാസമുണ്ടാകണം. യു നീഡ് എ ഫെയ്ത്ത് വൈൽ യു വാക്കിംഗ് വിത്ത് ഗോഡ് ടിൽ ടു ദ ഇറ്റേണിറ്റി. നിത്യത വരെയുള്ള യേശുവിനൊപ്പമുള്ള യാത്രയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. അതൊരു ഉറച്ച വിശ്വാസമാകണം. പ്രിയരെ, ഞാനിവിടെ പറഞ്ഞു നിർത്തട്ടെ. ആത്മീയ അന്ധതയിൽ നിന്നുള്ള വിടുതൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് ഗുരുവിനോടൊപ്പമുള്ള പുതിയ ജീവിതം, അതിൽ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം, നവദർശനങ്ങൾ ഉണ്ടാകണം, നിത്യതയ്ക്കായുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 2, കാഴ്ചയാലുള്ള പുറം ജീവിതത്തെക്കാൾ ആന്തരികമായ വിശ്വാസ ജീവിതത്തിന് ഊന്നൽ നൽകി ജീവിക്കുക. എൻ്റെ ഭൗതിക കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്നതിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ആന്തരിക കണ്ണുകൾ തുറന്ന് വിശ്വാസ ജീവിതത്തിന് ഊന്നൽ നൽകി ജീവിക്കുക. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. ഈ വിശ്വാസം രൂപപ്പെടുന്നത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിലാണ്. അത് സ്പിരിച്വൽ ലൈഫിലാണ്. പ്രിയമുള്ളവരെ, ആ വിശ്വാസം രൂപപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് നീങ്ങിപ്പോകുന്നത് കാണുവാൻ സാധിക്കും. ഇങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം ഈ ഒരു പാറ്റേണിൽ ക്രിസ്തു നമുക്ക് വിഭാവനം ചെയ്തു തന്ന, ക്രിസ്തു കാണിച്ചു തന്ന ഈ ഒരു പാറ്റേൺ, ഈ ഒരു രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുമ്പോൾ ധാരാളം പ്രതിസന്ധികൾ പിന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തെ വരും. പക്ഷേ ഓർക്കുക, അതാകുന്നു നമ്മുടെ ക്രൂശ്. നാം ചുമക്കുവാൻ പോകുന്ന, നമ്മോട് ചുമക്കുവാൻ പറഞ്ഞ ക്രൂശ് അതാകുന്നു. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ഞാൻ രൂപപ്പെടുത്തിയെടുത്ത ക്രൂശ്. ആമീൻ. കർത്താവ് പറഞ്ഞു, തൻ്റെ ക്രൂശ് ചുമക്കാത്തവനാരും എൻ്റെ പിന്നാലെ വരുവാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് ചുമക്കുക. തൻ്റെ എന്ന് ഉദ്ദേശിച്ച് യേശുവിൻ്റെ ക്രൂശല്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ക്രൂശ്, നിങ്ങൾ ചുമക്കേണ്ടുന്ന ക്രൂശ് നിങ്ങൾ തന്നെ രൂപപ്പെടുത്തണം. നിങ്ങളുടെ അതിന് ചില അടിസ്ഥാന പ്രമാണങ്ങൾ ഉണ്ടാകണം, അതിൽ ചില കാഴ്ചപ്പാട് ഉണ്ടാകണം. ഞാൻ ചുമക്കേണ്ടുന്ന ക്രൂശ് ഞാൻ ഒരുക്കിയെടുത്തതാണ്. ആമേൻ. അതിലെനിക്ക് അഭിമാനമുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കും, ഞാൻ ദൈവമാകുന്ന വഴിയിൽ സഞ്ചരിക്കും. എൻ്റെ നിലപാടുകൾ, എൻ്റെ സ്റ്റാൻഡ്, എൻ്റെ ചിന്തകൾ, എൻ്റെ ദർശനങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, പ്രിയമുള്ളവരെ, അതിനാൽ ഞാൻ രൂപപ്പെടുത്തിയ എൻ്റെ ക്രൂശ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അങ്ങനെ ഒരു രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും, ഒരുപാട് വേദനകളുണ്ടാകും. ഇത് തന്നെയാണ് ഈ ലോകത്തിൽ യേശു നമ്മോട് ചുമക്കുവാൻ പറഞ്ഞ ക്രൂശ് എന്ന് നാം മറന്നു പോകരുത് പ്രിയമുള്ളവരെ. കാരണം ലൂക്കോസ് 14:27 ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ്, നിങ്ങൾക്കുള്ള ക്രൂശ്, യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ ചുമക്കേണ്ടുന്ന ക്രൂശ് നിങ്ങൾ തന്നെ അത് പ്രിപ്പയർ ചെയ്തെടുക്കണം. നിങ്ങൾ തന്നെ അത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കണം. ഞാൻ ഏത് ക്രൂശാണ് ചുമക്കേണ്ടത്? ചിലരൊക്കെ ഈ ലോകജീവിത യാത്രയിൽ വലിയ ക്രൂശുകൾ ചുമക്കുന്നവരുണ്ട്, ചില ചെറിയ ക്രൂശുകൾ രൂപപ്പെടുത്തി ചുമക്കുന്നവരുണ്ട്, ചിലർ ഭാരമില്ലാത്ത എന്നാൽ വലിപ്പം തോന്നുന്ന ക്രൂശുകൾ ചുമക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഈ ക്രിസ്തുനാഥൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൂശ് നാം തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇതുവരെയും ക്രൂശ് പ്രിപ്പയർ ചെയ്യാതെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവരാണ് കൂടുതലും ഈ ലോകത്തിലുള്ളത്. എൻ്റെ ക്രൂശ് ഞാൻ, എൻ്റെ നിലപാട്, എൻ്റെ ചിന്ത, എൻ്റെ ആദർശം, ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ നവദർശനങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ പണിതപ്പോൾ പലരും എനിക്ക് ശത്രുക്കളായി, പലരും എന്നെ വിട്ടകന്നു പോയി, പലരും എനിക്ക് കഷ്ടതകൾ തന്നു, പലരും എനിക്ക് വേദനകൾ തന്നു. അതിൻ്റെ നടുവിലും ഐ എം ഫോളോയിങ് ക്രൈസ്റ്റ്.
ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുന്നു. ഞാൻ എനിക്കിനി മടക്കയാത്രയില്ല. എൻ്റെ യേശുവിനെ ഞാൻ കണ്ടുമുട്ടി. യേശു എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കരത്തെ പിടിച്ചു. ഞാൻ സന്തോഷത്തോടെ സമ്മതം അറിയിച്ചു. ആ യേശുവിൻ്റെ പിന്നാലെ ഞാൻ യാത്ര ചെയ്യുകയാണ്. ഇനി മരണമോ അനർത്ഥമോ കഷ്ടതയോ രോഗമോ സാമ്പത്തിക ഞെരുക്കമോ ക്ലേശമോ എന്തും വരട്ടെ, ഐ വിൽ ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക് ഇൻ മൈ ലൈഫ്. ഞാൻ ഈ പുറകിലേക്ക് എനിക്കിനി ഒരു യാത്രയില്ല, തിരിഞ്ഞു നോട്ടമില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആത്മീക അന്ധത വെടിഞ്ഞ് നമുക്ക് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: അന്ധനായ ബർത്തിമായിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? അന്ധനായിരുന്ന ബർത്തിമായിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവിനോട് അടുക്കട്ടെ. ഈ നോമ്പിൻ കാലഘട്ടത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ, ജീവിതത്തിൻ്റെ വഴികളിൽ തിരുത്തലുകൾ വരുത്തി ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യതയിലേക്ക് പ്രവേശിക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നാളും ഞങ്ങളുടെ ഭാരത്തെ ചുമക്കുന്ന, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗസ്ഥ പിതാവാൻ നല്ല ദൈവമേ, ഞങ്ങൾ ചുമക്കേണ്ടുന്ന ക്രൂശ് ഞങ്ങൾ തന്നെ രൂപപ്പെടുത്തണമെന്നുള്ളത് അനുഗ്രഹീതമായ ഒരു ദർശനം ഈ നോമ്പ് കാലഘട്ടത്ത്, പ്രത്യേകിച്ചും ഒരു പാഷൻ വീക്കിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. നന്ദി അപ്പ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുതൽ, അങ്ങയുടെ ആർദ്രത, അങ്ങയുടെ കരുണ എന്നിവയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ ഇക്കഴിഞ്ഞ കാലമൊക്കെ അങ്ങയെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയെങ്കിലും പലപ്പോഴും ഞങ്ങൾ ആത്മീക അന്ധതയിൽ ജീവിക്കുന്നവരാണ്. ഭൗതികമായ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്, അകക്കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ എവിടെയൊക്കെയാണോ തിരുത്തലുകൾ വരുത്തേണ്ടത്, മാറ്റങ്ങൾ വരുത്തേണ്ടത്, ആ ഭാഗങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തി ജീവിക്കുക കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ ധ്യാനം ശ്രവിച്ച എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ ഹൃദയത്തിലും അവിടുത്തെ ശക്തമായ ശബ്ദം കേൾപ്പിച്ച് നിന്റെ മക്കളെ രൂപാന്തരപ്പെടുത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൂടെ ഇരുന്നല്ലോ. ഈ വരുന്ന ആഴ്ചയിലും ദൈവമേ അവിടെ ഞങ്ങൾ വഴി നടത്തണം. അവിടെ ഞങ്ങളോട് കൂടി ഇരിക്കണം. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങൾക്ക് മതിയായ കരുതുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായി ഞങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഈ തിരുവചനം അതത് കാലഘട്ടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. നിന്റെ മക്കളോടൊപ്പം കൂടെ ഇരിക്കണം, കൃപയും ബലപ്പെടുത്തണം. എന്ത് നഷ്ടപ്പെടുത്തി ദൈവരാജ്യം നഷ്ടപ്പെടുത്താതെ, നിത്യത നഷ്ടപ്പെടുത്താത്തവരായി തന്നെ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപ എല്ലാവർക്കും പ്രദാനം ചെയ്യണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്കും സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, നന്മ, കാവൽ, സമാധാന, സന്തോഷം നിങ്ങൾ എല്ലാ പേരോടും ഇന്നും എന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയരെ, ആത്മീക അന്ധതയില്ലാത്തവരായി ജീവിക്കാം. കർത്താവ് നമ്മോട് ചുമക്കുവാൻ പറഞ്ഞ ക്രൂശിനെ പ്രിപ്പയർ ചെയ്ത് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാം. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.